എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടിയുടെ ധ്യാനത്തിൽ എനിക്ക് തോന്നണത് നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയണത് ദൈവ അനുഭവത്തെക്കുറിച്ചാണ്. ഇപ്പം നിങ്ങൾ ജോലി വേണം, വീട് വേണം, വിവാഹം നടക്കണം, ജപ്തി നടപടി ഒഴിവാകണം, അങ്ങനെ ഒത്തിരിയേറെ സങ്കടം വരുന്ന ഒത്തിരിയേറെ ജീവിത വിഷയങ്ങളോട് നമ്മൾ ഏറ്റുമുട്ടുകയല്ലേ. കച്ചവടം നടക്കുന്നവർക്ക് ഇപ്പോൾ ബിസിനസ്സിലുണ്ടാകുന്ന തകർച്ച, ശരിക്കും തോന്നുന്നു ദൈവത്തിന് ഒരു സെക്കൻഡ് മതിയെന്ന് തോന്നണേ നമ്മുടെ വിഷയം പരിഹരിക്കാൻ. ഒരു സെക്കൻഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത് 33 കോടി രൂപ കടമുണ്ടെന്നാണ്. 33 കോടി രൂപ കടം. അപ്പോൾ വെള്ളച്ചീട്ടിലാണല്ലേ ഈ കുടുംബ പ്രശ്നങ്ങൾ പറയുന്ന വെള്ളച്ചീട്ടാണ് അല്ലേ. അതായത് കടവന്നവർ പരീക്ഷക്കാർക്ക് കുങ്കുമ നിറമുള്ള അല്ലെങ്കിൽ ഓറഞ്ച് നിറമുള്ള സീറ്റായിരിക്കും. +1കാർക്ക് +2കാർക്ക് നീല നിറമുള്ള ചീട്ടാണ്. ആ ചീട്ട് കടം പറയാം വിഷയം. അപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ പറയുന്നത് വെള്ളച്ചീട്ടിലാണ്. വെള്ളച്ചീട്ട് വായിച്ച് നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്നത് 33 കോടി രൂപ കടമാണ്. അപ്പോൾ അതുമാത്രം എഴുതിയിട്ടുള്ളൂ എൻ്റെ അടുത്ത്, 33 കോടി രൂപ കടം. അപ്പോൾ ഞാനത് ചോദിച്ചു, ഇത് എന്താണിത് പരിഹാരം, എന്തെങ്കിലും മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചു. കാര്യം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെക്കുറിച്ച് സ്വാഭാവികമായിട്ട് നടക്കേണ്ട സ്വാഭാവിക സൊല്യൂഷനാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഡിവൈൻ സൊല്യൂഷനുണ്ട്. അയാൾക്ക് വേണ്ടത് മാനുഷിക സൊല്യൂഷനല്ലേ വേണ്ടത്. അപ്പം അതിന് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായിട്ട് ചേർന്ന് എന്താണ് സൊല്യൂഷനാണ് മനസ്സിലുള്ളതെന്ന് ചോദിച്ചു. അമ്മയുടെ അടുത്ത് വന്ന് പറയണ മുമ്പ് നമ്മളത് ചോദിക്കണമല്ലോ. അത് ചിലത് ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, അച്ഛാ ഗൾഫിൽ എൻ്റെ ഒരു ഓർഡർ റിജക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അത് 32 കോടി രൂപയുടെ ഓർഡറാണ് റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. കമ്പനി വരെ സ്കോഷായിപ്പോയി, സ്മാഷ്. അത് കമ്പനി നിലവില്ലാത്ത രീതിയിൽ കമ്പനി ലോക്ക്ഡൗണായി. അതാണ് പ്രശ്നം. അപ്പോൾ അത് ഒരു മെയിൽ അയാൾക്ക് കഴിഞ്ഞ ദിവസങ്ങൾ വന്നായിരുന്നു. നിങ്ങളുടെ റിജക്റ്റ്, നിങ്ങൾ ഓർഡർ പ്ലാസ്റ്റിക് എന്തോ ഉണ്ടാക്കി കൊടുക്കണ ജോലിയാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ അദ്ദേഹം പുതിയ സിസ്റ്റം അനുസരിച്ച് യൂറോപ്യൻ ഓർഡറിന് പറ്റുന്ന രീതിയിലുള്ള പുതിയ യന്ത്രങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഉൽപ്പന്നത്തിൽ മികവുണ്ടാക്കി ഒക്കെ വന്നപ്പോൾ ഓർഡർ പോയി. ഉൽപ്പന്നത്തിന് മികവ് യൂറോപ്യൻ വിപണി കൊടുക്കാൻ പറ്റിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഓർഡർ ഖത്തറിലെ ഓർഡറാണ് പോയിരിക്കുന്നത്. അപ്പോൾ 33 കോടി രൂപ കടമായി. അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് നമ്മളിത് വിഷയം കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്. അതിന് പ്രത്യേക പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞത് ഓർഡർ പോയെന്നാണ് പറഞ്ഞത്. ആ കമ്പനിയും പോയെന്ന്, നമുക്ക് ഓർഡർ തന്ന കമ്പനിയും പോയെന്നാണ്. അപ്പോൾ ഇത് വന്ന് ഞാൻ അമ്മയോട് ഇതുപോലെ അങ്ങനെ പറയും, അവൻ്റെ ഓർഡർ തിരിച്ചു കൊടുക്കണം. കാര്യം തിരിച്ചു കൊടുക്കാൻ വല്ല മാർഗമുണ്ട്? കമ്പനി തന്നെ ഇല്ലാത്ത സ്ഥിതിക്ക് ഓർഡർ എങ്ങനെ തിരിച്ചു കൊടുക്കണത്? പക്ഷെ നമുക്കറിയാം ആരോടാണ് നമ്മൾ പറയണതെന്നത് നമുക്കറിയാം, എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്നും അറിയാം. ഇങ്ങനെ ഈ ദൈവത്തിലേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയണം. എവിടെയാണ് വന്ന് നിൽക്കുന്നത്, ആരോടാണ് പറയണത്, എന്താണ് പറയണത്, ഈ വിഷയത്തെക്കുറിച്ചൊക്കെ നമുക്കൊരു മിനിമം നോളജ് ഉണ്ടാകണം. ഇനി പറയണ രീതിക്ക് നമുക്കതിനുള്ള ഒരു കപ്പാസിറ്റി എപ്പോഴും എൻ്റെ മക്കളുണ്ടാക്കിയെടുക്കേണ്ടത് ദൈവവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഇല്ലെന്ന് ഞാൻ പറയണില്ല, പക്ഷേ നിങ്ങളുടെ വിഷയവുമായിട്ടാണ് പേഴ്സണൽ റിലേഷൻ ഉള്ളത്. ഉടമ്പടി പരാജയപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ ആ വിഷയവുമായിട്ട് നമുക്ക് പേഴ്സണൽ റിലേഷൻ, വ്യക്തിപരമായ റിലേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എന്തുമായിട്ടാണ്? നിങ്ങളുടെ വിഷയം, ജോലി പോയെന്ന ആ വിഷയവുമായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഉള്ളത്.
അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതി, നിങ്ങൾ പരീക്ഷ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല, എഴുതിയെല്ലാം തെറ്റാന്ന് നിങ്ങൾക്കറിയാം. അയ്യോ തെറ്റാണല്ല, ഇതിൻ്റെ റിസൾട്ട് എന്ത് കുളവാകുമല്ലോ. അപ്പോൾ വിഷയവുമായിട്ടാണ് നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഉള്ളത്. ഇതൊരു പാരഡൈം ഷിഫ്റ്റിൽ വരണം, നേരെ തിരിച്ച് വരണം. കട്ടെടുത്ത് വരിക എന്ന് പറയില്ല, അതുപോലെ എന്താണ്, വിഷയവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്താണ്, ദൈവവുമായിട്ട് ബന്ധം. ഉടമ്പടിയിലെ ഫോർമുല എല്ലാം നിങ്ങളെ ദൈവവുമായിട്ട് പേഴ്സണൽ ബന്ധപ്പെടുത്തുന്ന ഫോർമുലയാണ് ഉള്ളത്. വിഷയവുമായി ബന്ധപ്പെടുത്തുന്ന ഫോർമുലയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം വളരെ മൈൽഡ് പ്രാർത്ഥനകളാണ്. അല്ലാതെ കാറിക്കൂവി ബഹളം ഉണ്ടാക്കി സ്തുതിച്ച് പറച്ച് തല്ലി വീഴണ അങ്ങനെയുള്ള കലാപരിപാടികളൊന്നും ഉടമ്പടി പ്രാർത്ഥനകളില്ല. എന്നാൽ ഞാൻ പ്രൊമോട്ട് ചെയ്യത്തുമില്ല. കാര്യം ആ ഒരു സ്ഥലമല്ല ഇത്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുമായിരിക്കുക, നിങ്ങൾക്ക് കേട്ട് സ്തുതിച്ച് വിറച്ച് തല്ലി വീഴണമെന്ന്. ഇവിടെ വീഴാമെന്ന് സമ്മതിക്കുക. വീണ് കഴിഞ്ഞാൽ അപ്പം അത് പൊക്കിക്കൊണ്ട് വെള്ളം കൊടുക്കുക, അതിനേ ഉള്ളൂ. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റിലേഷൻസ് ദൈവമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അത് ദൈവത്തിന് തോന്നണം സത്യസന്ധമാണെന്ന്. നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം പോരാ, ദൈവത്തിന് തോന്നണം ഈ റിലേഷൻ സത്യസന്ധമാണെന്ന് തോന്നണം. കാര്യം ഇവിടെ പ്രോബ്ലം എപ്പോഴും വന്നിരിക്കുന്നൊരു വിഷയമെന്ന് പറയണത്, എല്ലാവർക്കും ദൈവമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഇഷ്യൂ ബേസ്ഡ് വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം സ്വഭാവം കാണിക്കും. കൃപാസന ഒരു ആധ്യാത്മികമായ കളരി എന്ന രീതിയിൽ അവിടെ പഠിക്കേണ്ടത് എങ്ങനെയാണ് ദൈവമായിട്ടൊരു ഇൻട്രാക്ഷൻ സാധിക്കേണ്ടത് എങ്ങനെയാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിഷയം വന്നാൽ നമ്മളുടെ കയ്യിൽ അസ്ഥിഭദ്രത പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇന്ന് വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞ് ഇവിടെ നിൽക്കി ഇന്ന് അളിയൻ വരും, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ബന്ധുക്കൾ വരും, സ്വന്തം അത് ഇന്നിവിടെ നിൽക്ക്, നമുക്ക് അടുത്ത ഞായറാഴ്ച പോകാമല്ല ഉടമ്പടി ധ്യാനത്തിന് എന്ന് പറഞ്ഞ് നിങ്ങളെ പിടിച്ച് തെച്ച് വിചാരിച്ചോ. വീട്ടിൽ ഉള്ളവർ പിടിച്ചു നിർത്തും. അവരുടെ ഉദ്ദേശം അവിടെ നിൽക്കുക എന്നുള്ളത് തന്നെ, അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടാവും. അത് ദൈവികമായ ഉദ്ദേശമായിരിക്കത്തില്ല, മാനുഷികവും കുടുംബപരമായ ഉദ്ദേശമൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായി ദൈവത്തിൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ അതിനൊരു പോയിൻ്റ് ഉണ്ട്. ഇനി എന്താ കാര്യം, നിങ്ങൾക്ക് അവിടെ വീട്ടിൽ നിൽക്കാൻ കഴിയുമായിരുന്നിട്ടും അതിന് സമ്മർദ്ദം ഉണ്ടായിട്ടും നിങ്ങൾ അവിടെ നിന്ന് വന്ന് ദൈവവചനത്തെ അതിനേക്കാൾ പ്രാധാന്യമായിട്ട് കരുതിക്കൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇതിൻ്റെ പേരിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ തന്ത തന്നെ നമ്മുടെ തന്തയ്ക്ക് വിളിച്ചെന്ന് വരും. തന്തമാർ തന്നെ നമ്മുടെ തന്തയ്ക്ക് വിളിക്കുന്ന പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ സന്തോഷത്തോടെ കേട്ട് അതൊക്കെ അക്കൗണ്ടിലാക്കി വീണ്ടും ഒരു പോയിൻ്റ് ഉണ്ടാക്കും. നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. ഇതൊരു യുദ്ധമാണ്. എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ളത് ദൈവവുമായിട്ട് ഒരു പ്രേസൻ. എന്താണെന്നറിയാമോ, ദൈവത്തിന് ഒരു പ്രശ്നമുണ്ട് വെച്ചാൽ, ദൈവം എന്തെങ്കിലും ക്രൂഷ്യൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ദൈവം അപ്പോൾ മാത്രം പേഴ്സണൽ റിപ്പോർട്ട് പറയത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ക്രൂഷ്യൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമേ ദൈവം നിങ്ങളുടെ ദൈവം എന്താ എഴുതി വച്ചിരിക്കണമെന്ന് കാണിക്കത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക പ്രശ്നമുണ്ടായി, നിങ്ങളൊരു ക്രൂഷ്യൽ ഇഷ്യൂലായി, നിങ്ങൾക്ക് ദൈവത്തെ വിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ദൈവം നിങ്ങളെ സഹായിച്ചാൽ മാത്രമേ നിങ്ങൾ നിലനിൽക്കത്തുള്ളൂ. അതാണ് ക്രൂഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് ഈ ക്രൂഷ്യൽ ഇഷ്യൂ എന്നൊക്കെ പറയുമ്പോഴേ വല്യപ്പന്മാരൊക്കെ എന്നെ രൂക്ഷമായി നോക്കുന്നു, ഇത് വല്ല തെറി വല്ല ആയിരിക്കും അത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു വലിയ പ്രശ്നം ഉണ്ടായി വരുമ്പോഴേ അത് ദൈവം കനിഞ്ഞാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അങ്ങനെ ഒരു എഡ്ജിലാണ്, അറ്റത്താണ് നമ്മൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ ദൈവം ഉടനെ പേഴ്സണൽ ഡയറി കാണിക്കും. നമ്മൾ അവിടെയാണ് പ്രശ്നം. നമ്മളെക്കുറിച്ച് എഴുതി വെച്ചിരിക്കണ കാണിക്കും. കാര്യം പല സമയത്ത് നമ്മൾ ദൈവത്തിന് പണി കൊടുത്തിട്ടുണ്ട് തിരിച്ച്. നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി, നമ്മുടെ താല്പര്യത്തിന് വേണ്ടിയും അഭിരുചിക്ക് വേണ്ടിയും നമ്മൾ ദൈവത്തിൻ്റെ മറന്ന് വേറെ കാര്യങ്ങൾക്ക് താല്പര്യം കൊടുത്ത് പോയിട്ടുള്ള ഒത്തിരി ചരിത്രങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മോസസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങൾ. അപ്പോൾ ദൈവം പറഞ്ഞു, മോസസിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട,
ഐ നോ ഹിം എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. അത് പറയണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 33:17. ആ ഇത് കേട്ടെ. പുറപ്പാട് 33:17 എന്താ പറയണ? കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. ഇതാണ് പ്രശ്നം. നീ എൻ്റെ പ്രീതി നേടുക എന്ന് മരപ്പട്ടിക്കും പറ്റും. പക്ഷേ അവസാനം പറഞ്ഞത് ഇത്തിരി പെസകാണ്. എന്താണ്? നിന്നെ എനിക്ക് ഫോർ ഗുഡ് ഓർ ബാഡ്, നന്നായിട്ടായാലും മോശമായിട്ടായാലും ഐ നോ യു. ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നന്നായിട്ടായാലും മോശമായിട്ടായാലും എനിക്ക് നിന്നെ അറിയാം. അപ്പം മോസസിനെ കുറിച്ച് അറിയാവുന്നത് നന്നായിട്ടാണ്. അതാ വിഷയം. നന്നായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എൻ്റെ മക്കളെ, ഉടമ്പടി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാം, ഇറ്റ്സ് എ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് പറയും. പേഴ്സൺ ടു പേഴ്സൺ എഗ്രിമെൻ്റാണ്. അതോടുകൂടി നമ്മൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്താണ്? ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനം എടുക്കുകയാണ്. നമ്മുടെ വിഷയത്തിനല്ല പ്രാധാന്യം. പിന്നെ എന്താണ്? ദൈവമായിട്ടുള്ള പേഴ്സണൽ ബന്ധത്തിനാണ് പ്രാധാന്യം. ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കണേ. മോസസ് ഈ കണ്ട ജനങ്ങളെ മുഴുവനും ഈജിപ്തിൽ നിന്ന് വിളിച്ചിറക്കി മരുഭൂമിയിലൂടെ കൊണ്ടുപോകുമ്പോഴും ആ മനുഷ്യന് ദൈവത്തോട് മാത്രമായിരുന്നു കൂറ്, ജനങ്ങളോടുള്ള കൂറ്, ദൈവത്തോടെ കൂറ്. അതുകൊണ്ടാണ് ദൈവം പറയണത്, ഒരിക്കൽ മോസസ് സീനായ മലമുകളിലേക്ക് പോയി, പിന്നെ കാണാണ്ടായി. 5-6 ദിവസത്തെക്കുറിച്ച് മോസസിനെക്കുറിച്ച് ഒരു പിടിയുമില്ലാതെ. അപ്പം കുറേ ജനങ്ങൾ പറഞ്ഞ്, ജനങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും പ്രതിപക്ഷം ഉണ്ടാകും, ദൈവത്തിൻ്റെ പ്രതിപക്ഷം. കുടുംബത്തിലുണ്ട്, നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും ദൈവത്തിൻ്റെ പ്രതിപക്ഷം. ദൈവത്തിൻ്റെ ഭരണകക്ഷ്യം ഉണ്ടാകും, ദൈവത്തിൻ്റെ പ്രതിപക്ഷം ഉണ്ടാകും. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി, കെട്ടിയെടുത്ത് ആലപ്പുഴ പോയില്ല, എന്നിട്ട് ഉണ്ടാക്കിയ ഇവിടെ ചോദിക്കൂ, എടി ഞാൻ വേല എടുത്തിട്ടാണ് കഞ്ഞി വെക്കുന്നത്, അല്ലാതെ ഉടമ്പടി എടുത്തിട്ടല്ല. അതാണ് ദൈവത്തിൻ്റെ പ്രതിപക്ഷം. കണ്ട അവനവരോണ്ടാ. അത് എന്തെങ്കിലും ഈടറവ് വരുമ്പോൾ മാത്രമേ അത് ദൈവത്തിൻ്റെ പ്രതിപക്ഷം വരത്തുള്ളൂ. അല്ലെങ്കിൽ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നുള്ളൂ. നീ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അനുഗ്രഹം കിട്ടി സാക്ഷ്യം പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു ഓയൊക്കെ വെച്ചാൽ അവിടെ ഇരുന്നുള്ളൂ, കുഴപ്പമില്ല, ഉപദ്രവം ചെയ്യത്തില്ല. പക്ഷേ എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് എതിരെ സംഭവിച്ചാൽ ഈ പ്രതിപക്ഷം ശക്തി പ്രാപിക്കും. ഉടനെ ആങ്ങളയാകാം, ചിലപ്പോൾ അയൽവാസിയാകാം, അപ്പനാകാം, അമ്മയാകാം, എല്ലാവരും വരും, രംഗത്ത് വരും. അപ്പോൾ അക്കാലങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ട സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ ശരിയായിരിക്കുമോ അറിയത്തില്ല എന്ന് പറയരുത്. നിങ്ങൾ സ്റ്റാൻഡ് എടുക്കണം. ദൈവത്തിൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ കോംപ്രമൈസ് ഇല്ലാത്ത, ഒത്തുതീർപ്പില്ലാത്ത സ്റ്റാൻഡ് എടുക്കണം. ഇതെല്ലാം പോയിൻറ്റ്സായിട്ട് മാറും. പോയിൻറ്റ്സായിട്ട് മാറി വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദൈവം തന്നെ പേഴ്സണലായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമാകും പോലെയുള്ള അനുഭവങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്, മക്കളെ വിഷയത്തെ പ്രാധാന്യം കൊടുക്കരുത്. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ചിന്തിക്കേണ്ട, ദൈവമേ ഞാനും നീയുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ടാകാൻ, അത് ദൈവാനുഭവത്തിന് വേണ്ടി എന്നെ, മനസ്സിലായില്ലേ? ഉടമ്പടി പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? ദൈവാനുഭവം എന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ ഞാൻ ചെയ്ത ഉടമ്പടി പാലിച്ചുകൊണ്ട് ഞാനും ദൈവവും തമ്മിൽ സ്വകാര്യമായ ഒരു ബന്ധത്തിന്റെ ദൈവിക അനുഭവത്തിനായി എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.